മിഥുനുമായിട്ട് ചേർന്ന് ചെയ്യുന്നത് കേരളത്തിലെ ക്രൈസ്തവന് BJPക്ക് വോട്ട് ചെയ്യും, അതായത് താമരയ്ക്ക് വോട്ട് ചെയ്യും. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ട്രാവൻകൂർ, അത് തിരുവിതാംകൂർ, മനസ്സിലാക്കേണ്ടത് അവിടെ ക്രൈസ്തവർ ഫുൾ മെജോറിറ്റിയുടെ അല്ല, അവർ പക്ഷേ അവർ നിർണായക ഫാക്ടറാണ്. ഇപ്പം പലയിടത്തും, അതായത് പ്രത്യേകം പറയാം, പല വാർഡുകളിലും ക്രൈസ്തവർ ഭൂരിപക്ഷം എന്നല്ല, അതിൻ്റെ അകത്ത് അവിടെ താമസിക്കുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ 50-60 ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ ചില വാർഡുകളിൽ. അവിടെ BJPക്ക് 250, 100, 300 വോട്ട് കിട്ടി. അപ്പം ക്രൈസ്തവർ വോട്ട് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2026 ഇലക്ഷനിൽ ഏത് രീതിയിലുള്ള മാറ്റമാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്സിലുണ്ടാകാൻ പോകുന്നത്? മിഥുനുമായിട്ട് ചർച്ച ചെയ്യും. മിഥുൻ, നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. മിഥുനും ഈ പറയുന്ന പോലെ ഒരു ക്രൈസ്തവനാണ്, തൃശ്ശൂരിൻ്റെ ഭാഗത്തുള്ള, അതിൻ്റെ കുടിയേറ്റക്കാരനായ ഒരു. ഇപ്പം നിങ്ങളുടെ അവിടെയും BJPക്ക് ആ വാർഡിൽ ജയിച്ചോ, അതോ വോട്ട് കൂടുതൽ കിട്ടിയോ? എന്റെ വാർഡിൽ BJP ആദ്യമായിട്ട് വിജയിച്ചിരിക്കുന്നു. പഞ്ചായത്തിലെ വാർഡിൽ അത് CPM-നും കോൺഗ്രസിനും പിന്തള്ളിക്കൊണ്ട് BJP ആദ്യമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിലിരിക്കുന്ന അക്കൗണ്ട് ആദ്യമായി തുടങ്ങിയിരിക്കുകയാണ് BJPക്ക്. അത് വലിയൊരു സമൂലമായിട്ട് മാറ്റമാണ്. കാരണം കുടിയേറ്റ മേഖലയിൽ ഒരു പഞ്ചായത്തിൽ 1000-1500 വോട്ട് കാണില്ലായിരിക്കും ഒരു പഞ്ചായത്തിലെ വാർഡിൽ, അതുപോലും നേടിയിട്ടുകൊണ്ട് ഒരു സുപ്രധാനമായിട്ട് വിജയം കൈവരിച്ചു എന്ന് പറയുന്നതിൽ നമ്മൾ ചിന്തിക്കേണ്ട കുടിയേറ്റ മേഖലകളിൽ പോലും ഒരു വേരുറപ്പിക്കാൻ BJPക്ക് സ്ഥാപിച്ചിരിക്കുന്നു. ഇപ്പം നമ്മൾ നഗരമേഖലയിലാണ് കൂടുതൽ കണ്ടിരുന്നത്, കോർപ്പറേഷനിൽ, മുനിസിപ്പാലിറ്റിയുടെ. അത് മാറിയിട്ട് കുടിയേറ്റ മേഖലയിൽ പോലും BJP സ്ഥാനം ഉറപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു ചോദ്യം, അതോടൊപ്പം തന്നെ ഒരു വളരെ ഒരു ആവേശം ഉളവാക്കുന്ന ഒരു സംഭവം എന്നെ പോലെ ആകാറുണ്ടോ? അപ്പം എൻ്റെ ഞാൻ കാണുന്നൊരു സംഭവമുണ്ട്, അതായത് സ്പോൺകസ് കരുതിയിട്ടൊരു സംഭവമുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ അവർക്കേ വോട്ട് ചെയ്തുള്ളൂ. പിന്നെ അല്ലെങ്കിലും മാക്സിമം പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് CPM, ഇടതുപക്ഷം. കാരണം കേരള കോൺഗ്രസിൻ്റെ മറ്റുള്ള സംഭവങ്ങളും, അതായത് കുഴപ്പമൊന്നുമില്ല, ഇഷ്ടംപോലെ ക്രൈസ്തവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ താമരയ്ക്ക് വോട്ട് ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് നേരത്തെ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. കാരണം ഈ പറയുന്ന ഈ മധ്യ തിരുവിതാംകൂർ ഭാഗം, അതായത് തൃശ്ശൂർ, നമ്മൾ മലബാർ ഭാഗമല്ല, അവിടെയുള്ള ഈ ക്രൈസ്തവരെന്ന് പറയുന്നത് ഈ ഡൗൺ റോഡനായിട്ടുള്ള ഈ വെറും പാവം പിടിച്ചവരല്ല. അവർക്കിപ്പോൾ കിറ്റ് കിട്ടിയില്ലെങ്കിൽ, റേഷൻ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ജീവിക്കാം. അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന പെൻഷൻ ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാം. അതാണ് ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിക്കകത്ത് സ്പഷ്ടമായിട്ടുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് NRIs ഉണ്ട്, അമേരിക്കയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്, മക്കളുണ്ട്. അതേപോലെ തന്നെ അവർ കർഷകരുണ്ട്, കുറച്ച് റബ്ബർ കാണും, അത് കാണും, ഇത് കാണും. അവരൊന്നും ഈ കിറ്റിൻ്റെ പുറകെ പോയി വോട്ട് ചെയ്യുന്നവരല്ല. അവർ ഈ പറയുന്ന MM മണിയും ഇടതുപക്ഷവും പറയുന്ന ഒരു വെൽഫെയർ കാണിച്ചിട്ട് അവിടെ പോയി വോട്ട് ചെയ്യുന്നില്ല. അതുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിലെ ക്രൈസ്തവർ ഈ ഇടതും വലതും അതങ്ങ് മടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിവിടെ തോന്നുന്നു പറയുന്നത് സാറേ, അതായത് രാജ്യ താല്പര്യം, സുരക്ഷാ ബോധം മലയാളികൾക്ക് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ കുറച്ചുകൂടി അതാണ് ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത്. കാരണം സാറുള്ള ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലകളിൽ പുറത്തുപോയി വിദ്യാർത്ഥികൾ പുറത്തുപോയി, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് ജോലിക്കാർ പോയി, അത്യാവശ്യം അപ്പർ മിഡിൽ ക്ലാസ്സിലാണ് മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടതെന്ന് പറയുന്ന സുരക്ഷാ ബോധമാണ് വേണ്ടത്. കിറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന കോപ്പൊന്നുമില്ല. അതോടെ വിലക്കയറ്റം സാറ് ചിന്തിക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, കഴിഞ്ഞ 5 വർഷം എത്ര വിലക്കയറ്റം ഉണ്ടായിരുന്നത്. ഒരു സിമ്പിൾ പറയാം, എല്ലാ 3 മാസം കൂടുമ്പോഴും ബീവറേജിൽ കുപ്പിക്ക് 20 രൂപ വെച്ചാണ് കൂടുന്നത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ജസ്റ്റ് പറയാനുണ്ട്, വെള്ളക്കരം, വേട്ടുകരം, അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. സുരക്ഷാ ബോധം, അപ്പോൾ നന്മയുടെ കണ്ണുകൾ നരേന്ദ്രമോദിയിൽ ക്രിസ്ത്യാനികൾ കണ്ടു തുടങ്ങി. ഇനി വേറെയിലേക്ക് കടന്നു വരും. അതായത് 980 മുതൽ ഈ മലയാള മാധ്യമങ്ങളും പിന്നെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരും LDFും എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? BJP വന്നാൽ നിങ്ങളുടെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും, നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ സാധിക്കില്ല, നിങ്ങളെ കുരിശടികൾ ആക്രമിക്കും, RSS ആണ് തീരുമാനിക്കുന്നത്, നിങ്ങൾ എവിടെ പോകാം, ഇതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ മാധ്യമം ഇപ്പോഴും 980കളിലാണ്. വൈകുന്നേരത്തെ 7 മണി ചർച്ചകളിൽ എന്താണ് അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്? ഫോക്കസ് BJP താറടിച്ച് കാണിക്കുക എന്ന് പറയും. ശരിയല്ലേ?
അധികം മാറി. കാരണം ആ ഒരു ലൈനിൽ നിന്ന് ജനങ്ങൾ പുറകോട്ട് വന്നു. യൂട്യൂബ് ചാനൽ സാറിൻ്റെ ആയാലും പിന്നെ പല ചാനലുകളും ഫോളോ ചെയ്ത് ഇന്ത്യയിൽ നടക്കുന്ന മാറ്റങ്ങളെ പറ്റി ക്രിസ്ത്യാനികളും അതോടൊപ്പം തന്നെ അത് മിഡിൽ ക്ലാസ് ജനങ്ങളും മനസ്സിലാക്കി. അതായത് നമ്മുടെ മാർക്സിസം എന്ന് പറയുന്ന കാലഹരണപ്പെട്ടു എന്ന ജനങ്ങളും മനസ്സിലാക്കി. അത് ഞാനൊരു സുരക്ഷാ ബോധം അവിടെയാണ് ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായി ചുറ്റും ഓസ്ട്രേലിയ നടക്കുന്നു, ലണ്ടൻ നടക്കുന്നു, ജർമ്മനി നടക്കുന്നു, അമേരിക്ക നടക്കുന്നു. പക്ഷെ 1.3 ബില്യൺ ഉണ്ടായിട്ട് പോലും ഇന്ത്യ സുരക്ഷിതമായിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, പ്രവർത്തനം കൊണ്ടും ചിട്ടയായ ഇന്റലിജൻസ് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ മനസ്സിലായി. കാരണം സുരക്ഷിതമായിരിക്കണം അവനവന്റെ. അപ്പൊ അതിനാണ് ജനങ്ങൾ വോട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും അഭിപ്രായം ഏതാണ് സാർ ബേസിക്കലി? അതേപോലെ എനിക്ക് തോന്നുന്നു അപ്പീസ്മെന്റ്, അതായത് കോൺഗ്രസ് ആണെങ്കിൽ CPM ചെയ്യുന്ന അപ്പീസ്മെന്റ്, അതേപോലെ ഇസ്രായേൽ, അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്രായേലിന് എതിരാണ്. രണ്ടുപേരും ഈ പറയുന്ന പാലസ്റ്റീൻ ഹമാസിന് അനുകൂലികളാണ്. അത് ഈ പൊട്ടന്മാർക്ക് മനസ്സിലായില്ല. മുസ്ലിങ്ങൾ എങ്ങനെയാണ് മക്ക അതേപോലെ അവരുടെ ഹോളി പ്ലേസ് കാണുന്നത്, അതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇസ്രായേലിനെ ഹോളി ലാൻഡായിട്ട് കാണുന്നത്. അതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടമല്ല എന്നുള്ളത് ഈ പൊട്ടന്മാർക്ക് മനസ്സിലായില്ല. അതും ഒരു കാരണമല്ലേ? തീർച്ചയായും നമ്മുടെ ഈ കോൺഗ്രസിന്റെ അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് അതിലേക്ക് ഇറക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത് സാറേ, ഈ കോൺഗ്രസിനെ തെറ്റുപറ്റിപ്പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ഞാൻ പറഞ്ഞു നമുക്ക് ഈ BJPയുടെ ഒരു സ്റ്റാൻഡിലേക്ക് കടന്നു വരും. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. BJP എങ്ങനെയാണ് ഇന്ത്യയെ അടുത്തൊരു 10-15 വർഷത്തേക്ക് എങ്ങനെയാണ് ഇന്ത്യ ഒരിക്കലും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. 3ാം ജനറേഷനാണ് BJPയിൽ വർക്ക് ചെയ്യുന്നത്. നിതിൻ നബിൻ BJP വർക്കിംഗ് പ്രസിഡന്റ് വന്നിരിക്കുകയാണ്. ആരാ നിതിൻ നബിൻ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല നിതിൻ നബിനെ പറ്റി. ഒരു ബയാൻ വ്യാസ് ഹിന്ദി പറയും, സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. BJP നേതൃത്വം വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്ന ബയാൻ വ്യാസി, അതായത് പബ്ലിക്ലി സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്ന ഒരു നേതാവിന് സ്ഥാനം കിട്ടില്ല. ഇതാണ് കോൺഗ്രസ് പഠിക്കേണ്ടത്. കോൺഗ്രസിൽ എന്തുവാ തള്ളിക്കയറ്റമാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് മാത്രം കൊടുക്കത്തുള്ളൂ. ആരെങ്കിലും ഒരു പണിയെടുക്കാനായിട്ട്. നിതിൻ നബി എന്ന് പറയുന്ന വ്യക്തിയാണ് ബീഹാറിലും ഛത്തീസ്ഗഡിലും BJPക്ക് വിജയം ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെയാണ് ഒരു നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാ? അടുത്ത കേരള ഇലക്ഷൻ, തമിഴ്നാട് ഇലക്ഷൻ, വരാൻ പോകുന്ന ബംഗാൾ ഇലക്ഷൻ ഒരുക്കാൻ വേണ്ടി പാർട്ടിയെ. ഈ 3ാം ജനറേഷൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു 5-6 സംസ്ഥാനങ്ങൾ BJP ഭരണത്തിൽ കയറി. ദില്ലി, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, പിന്നെ ബീഹാർ. ഇവിടത്തേക്ക് മുഖ്യമന്ത്രിമാരെ പറ്റി സാർ ഞാൻ വല്ലതും കേട്ടിട്ടുണ്ടോ? രേഖ ഗുപ്ത ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് പോലും അവർ കൊടുത്തിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് സ്മൃതി ഇറാനിയൊക്കെ പുറകോട്ട് പോയി കഴിഞ്ഞു. അതായത് അവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഈ കൊടുക്കുന്ന മെസ്സേജ് ഇന്ത്യക്ക് വളരെ കറക്റ്റാണ്. ഞങ്ങളൊരു ജനറേഷനെ വാർത്തെടുക്കുകയാണ് ഇന്ത്യയുടെ മുന്നോട്ടത്തിന് പറ്റി. ഒരു സുരക്ഷാ ബോധം ജനങ്ങൾക്ക് ആരിൽ കണ്ടു തുടങ്ങി? BJPയിൽ. ഈ സുരക്ഷാ ബോധം സർവ്വ പോയിന്റിലേക്ക് വരികയാണ്. കോൺഗ്രസിൽ ഇന്ന് ക്രിസ്ത്യാനികൾ കാണുന്നില്ല സുരക്ഷാ ബോധം. അതായത് നമ്മൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സതീഷിനോ അല്ലെങ്കിൽ ചെന്നിത്തലയോ ആരെങ്കിലും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു സുരക്ഷാ ബോധം ഇല്ല എന്നുള്ള ചിന്താഗതി കോൺഗ്രസിന് വന്നു പറയും. കാരണം അവർ തണ്ണിമൊത്തം ബാങ്കൊക്കെ ഒരു കാരണം തന്നെയാണ് സാറേ. അവിടെയാണ് ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട്. ഇതിനിപ്പോൾ അമേരിക്കയിലിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയമൊക്കെ മലയാളം TV ചാനലും മറ്റുള്ള വാർത്താ മാധ്യമങ്ങളിൽ കൂടെ കാണുന്ന ഒരാളാണ്. താങ്കൾ ഒരു ന്യൂ ജനറേഷൻ ആൾ തന്നെയാണ്. അപ്പം നിനക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് വ്യത്യാസം എന്തോ തോന്നിയത് BJPയും കോൺഗ്രസും CPM ആയിട്ട്? കാരണം BJPക്കകത്തുള്ള വലിയൊരു ശതമാനം നേതാക്കളും അവൻ 60% പാർലമെൻറ്റിൽ ഇരിക്കുന്ന 60-65-70% പേര് കോൺഗ്രസിൽ നിന്ന് പോയവരാ. എന്ത് വ്യത്യാസമാണ്? അല്ലെ, എൻ്റെ ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ അറിയാൻ വേണ്ടി എന്ത് വ്യത്യാസമാണ് മിഥുനെ പോലെയുള്ള ഒരാളിത് കാണുന്നത്? ഓക്കെ, സാറ് പറയുന്നത് അതിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് പറയും പ്രഫുൽ പട്ടേലിന് എക്സാമ്പിൾ എടുക്കാം. പ്രഫുൽ പട്ടേൽ അഴിമതിക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. എയർ ഇന്ത്യയെ അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആൾ പ്രഫുൽ പട്ടേൽ. അഴിമതിയിൽ കുളിച്ചു ഭരണമായിരുന്നു പ്രഫുൽ പട്ടേലും NCP-ന്റെ. പക്ഷെ അദ്ദേഹം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇവര് BJPയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ശാന്തമാണ് അല്ലെ. അവർ പണ്ട് എങ്ങനെയായിരുന്നു? BJPയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതായത് ഈ ഒരു രാജ്യം ഭരിക്കുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ വേണം. പക്ഷെ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് BJPയിൽ വന്ന ശേഷം അദ്ദേഹം അഴിമതി ചെയ്യുന്നുണ്ടോ? അവിടെയാ. പണ്ടെങ്ങനെയോ ആയിക്കോട്ടെ, ദാറ്റ്സ് ഓക്കെ. അദ്ദേഹം ഒരു കളഞ്ഞ രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയ തന്ത്രമുണ്ട് അദ്ദേഹത്തിന്. രാഷ്ട്രീയ ജനങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. ചോദ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോൺഗ്രസിന് പോലും 60% നേതാക്കന്മാരും കറപ്റ്റഡ് ആണ്. 60 പറയാൻ സാധില്ല, ഒരു നല്ല ശതമാനം കറപ്റ്റഡ് ആണ് പോയിരിക്കുന്നത്. കാരണം അവർക്ക് കേസുകളും പല കേസുകളും വന്നപ്പോൾ അവർ BJPയിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഇവർ BJPയിൽ വന്ന ശേഷം കറപ്ഷൻ ചെയ്യുന്നുണ്ടോ?
അവിടെയാണ് നമ്മൾ ചോദ്യം വരിക. അവർക്ക് അനുവദിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് ആ ഒരു ഇക്കോ സിസ്റ്റം കിട്ടുന്നില്ല BJP-യില്. അവർ ശരിയാണ്, അവർ രാഷ്ട്രീയക്കാരാണ്, ജയുടെ അവിടുന്ന് മുന്നോട്ട് പോകും. ഇനി ഈ പറഞ്ഞ BJP നേതാക്കന്മാർ ബയാൻ വ്യാസിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തുകൊണ്ട്, ഇതുകൊണ്ടാണ് കേരളത്തിൽ BJP ഇന്നും പച്ച പിടിക്കാത്തതിന് മെയിൻ കാരണം അതാണ്. BJP എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വം, അതായത് കേന്ദ്രം ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം ഇവിടെ മുഴുവൻ ഈ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്ന നേതാക്കന്മാർ മാത്രമാണ്. അതുകൊണ്ടാണ് തൃശ്ശൂരിലായാലും പല സ്ഥലങ്ങളിൽ അവർ തിരിച്ചടിയുണ്ടായിരിക്കുന്നത് ഈ ഇലക്ഷനിൽ. കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ പണിയെടുക്കാൻ പറ്റുന്ന ആരുമില്ല. പലരും വോട്ട് മറച്ചു വിൽക്കുകയാണ്. വോട്ട് പല സ്ഥാനാർത്ഥിക്ക് വേറെ എന്തുകൊണ്ടാണ് ഫോക്കസ് വരാതെ അത് മറച്ചു വിറ്റു. LDF അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സിനോ പണം വാങ്ങിച്ചുകൊണ്ട്. അങ്ങനെ നിൽക്കട്ടെ, ഇവിടെ പറയും നമ്മൾ നോക്കുമ്പോൾ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു എക്കോ സിസ്റ്റം BJP കൊടുക്കുന്നുണ്ട്. കാരണം ഗാർഗെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, 75-80 വയസ്സായ ഗാർഗെ എന്താണ് അദ്ദേഹത്തിന് ആളുകളും ഇന്ത്യക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? എങ്ങനെയാണ് അവർ ഇന്ത്യയെ വാർത്തെടുക്കാൻ പോകുന്നത്? എന്താണ് അവർ എയിം, എന്താണ് വിഷൻ, എന്താണ്? എങ്ങനെയാണ് ഇന്ത്യയുടെ ഇപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഇന്ത്യക്കുണ്ട്, ലോകം മുഴുവൻ. ആ തൊട്ടപ്പുറത്തുള്ള ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക മുഴുവൻ ചലഞ്ചസ് ആണ് ഇന്ത്യക്ക്. ഈ ചലഞ്ച് ഞാനിപ്പോൾ യുവാക്കൾ ചിന്തിക്കുന്നത് എന്താണ് ഗാർഗെ ഒരു മുന്നോട്ട് വെക്കുന്ന ആശയം? ഇന്ത്യ എങ്ങനെ നിങ്ങൾ നാവിഗേറ്റ് നാവിഗേറ്റ് ഒരു കപ്പലിലെ എങ്ങനെയാണ് ക്യാപ്റ്റൻ ഈ പറയുന്ന തിരകൾ വരുമ്പോൾ നയിക്കണ്ടേ? ഒരു എയിം ഉണ്ട് അവർക്ക്, ഇന്ന വഴി പോകണമെന്ന്. ഈ ഗാർഗെ ഇന്നേ വരെ എപ്പോഴെങ്കിലും ഒരു വിഷൻ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ? 2029 എനിക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇന്ത്യ നവീകരിക്കാൻ പോകുന്നത്, യുവാക്കൾക്ക് ഇങ്ങനെയായിരിക്കും അവസരം കൊടുക്കാൻ പോകുന്നത്, അതുപോലെ അപ്പർ മിഡിൽ ക്ലാസ്സിന് എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നത്, എങ്ങനെയാണ് FDI ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പോകുന്നത്, തൊഴിലവസരം കൊണ്ടുവരാൻ പോകുന്നത്, എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് സാർ ഒരു ജേർണലിസ്റ്റ് ആണ്, 10-30 വർഷത്തോളായി, സാറ് പറയും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ ഈ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന്? ഇന്ന് ഇവരെങ്ങനെ ഇന്ത്യ ഭരിക്കും? അത് 100% ശരിയാണ്. കാരണം ഇവർക്കൊന്നും ഈ പറയുന്ന ഇന്ത്യയുടെ ജനറേഷനെ പറ്റി യാതൊരു പിടിയില്ല. കാരണം ഇവർ ബേസിക്കലി ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഫാമിലി പാർട്ടിയാണ്. കാരണം ആ ഫാമിലി തീരുമാനിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരുന്നു, അവരെന്തെങ്കിലും പറയുന്നു, അതിൻ്റെ കൂടെ ഒരു ആൾക്കൂട്ടം കയറുന്നു. നാച്ചുറലി ഇതൊക്കെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ബേസിക്കലി കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവർക്കൊരു ഫോക്കസ്ഡ് അജണ്ടയില്ല. എങ്ങനെയാണ് അവർ ഇന്ത്യയെ മാറ്റുന്നത് ഇന്ന് വരെ അവർ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ രീതിയിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് കറപ്ഷനെതിരെ സംസാരിക്കാൻ പറ്റത്തില്ല. മോസ്റ്റ് കറപ്റ്റഡ് പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയില്ല. അവരുടെ കൂടെ നിൽക്കുന്ന DMKക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇവരെല്ലാം കറപ്റ്റഡാണ്. അല്ല, നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം. അതായത് BJP എന്ന് പറയുന്ന ഒരു ഹോപ്പ്, പ്രതീക്ഷ കൊടുക്കുന്നു. അത് നടന്നോ ഇല്ല, അത് അതിൻ്റെ നടന്നോ ഇല്ലെന്ന് രണ്ടാമത്തെ കാര്യം. കാരണം നമ്മളിപ്പം അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒക്കെ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആൾക്കാർ വിദേശത്തോട്ടാണ് പോകുന്നത്. മിഥുൻ, അതാണ് എൻ്റെ അടുത്ത് ഏറ്റവും വലിയ പ്രശ്നം. അത് ഇവരൊന്നും ഇന്ത്യയിൽ നിൽക്കുക എന്നുള്ള സംഭവം ഈ പുതിയതായിട്ട് വരുന്ന മിഡിൽ ക്ലാസ്സിന്, അപ്പർ മിഡിൽ ക്ലാസ്സിന് ഇന്ത്യയിൽ നിൽക്കുന്നില്ല. ഇതൊരു നമ്മളിപ്പോൾ കേരളത്തിൽ ഞാനിപ്പോൾ എടുക്കാം, ഇപ്പോൾ ക്രൈസ്തവ മേഖലയിൽ എനിക്കറിയാവുന്ന പല മേഖലയിലും അവിടെയൊന്നും പുതിയ ജനറേഷൻ പിള്ളേരില്ല. എല്ലാം ഇന്ത്യക്ക് പുറത്തോട്ടാണ് പോകുന്നത്. അപ്പം മോദിയോടുള്ള പ്രതീക്ഷയോടുകൂടി ഇന്ത്യയുടെ പുറത്തോട്ടാണ് പോകുന്നത്. എൻ്റെ ചോദ്യമായത് സാർ പറയുന്ന വെച്ചാൽ ഈ കൊഴിഞ്ഞു പോക്ക് ബ്രെയിൻ ഡ്രെയിൻ ആണ് സാർ പറഞ്ഞത്. യുവാക്കളുടെ കാലത്തോട്ട് പലായനം, അതിൽ BJP സർക്കാർ എന്ത് ചെയ്യണം എന്നാണ് സാർ പറയുന്നത്, പറഞ്ഞു വരുന്ന പോലെ. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും, അതായത് ഇന്ത്യയിലെ ഇന്ത്യക്ക് ചലഞ്ചസിലുള്ള ഒന്നാണ് തൊഴിലില്ലായ്മ എന്നുള്ളതെന്ന് പറയുന്നത്. ശരിയാ, ഫാക്ടറീസിൽ കൊണ്ടുവരാനും അതിനാണല്ലോ അദ്ദേഹം ആത്മനിർഭർ ആയാലും മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാംസും ശ്രമം നടക്കുന്നുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ആമസോൺ എക്സാമ്പിൾ എടുക്കുക, 16 ബില്യൺ 15 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഹൈദരാബാദിൽ ചെയ്യുന്നത്. ഒറ്റ രാത്രി കൊണ്ട് നമ്മളൊരു മാറ്റം ഇന്ത്യയിൽ വരണം. അതിൽ ഒറ്റ രാത്രി കൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഈ ടാലന്റ് നമുക്ക് മാത്രമല്ല ഉള്ളത്, ലോകത്ത് എല്ലായിടത്തും ടാലന്റ് ഉണ്ട്. ഓക്കെ, ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഒരു കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അവർ നോക്കുന്ന പറഞ്ഞ ടാലന്റ് ഉണ്ടോ, അവിടെ സ്കോപ്പ് ഉണ്ടോ. അപ്പം ഈ ഒരു പ്രദേശത്തേക്ക് 1000 അല്ലെങ്കിൽ 2000 പേർക്ക് ജോലി കൊടുക്കേണ്ട കമ്പനി എത്തിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇന്ത്യ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോക്സ്കോൺ ഇന്ത്യയിൽ സ്ഥാപിക്കാന്ന് വിചാരിക്കുക. അവർക്ക് കോമ്പറ്റീഷൻ ഇന്ത്യ ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്, കംബോഡിയ ഉണ്ട്, മലേഷ്യ ഉണ്ട്, ചൈനയുണ്ട്, 10-20 രാജ്യങ്ങളുണ്ട് കോമ്പറ്റീഷൻ ആയിട്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനൊരു രൂപ ഇന്ത്യയിൽ ഇറക്കുമ്പോൾ ചിന്തിക്കും അവിടുത്തെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ആലോചിക്കും. എളുപ്പമല്ല കൊണ്ടുവരിക, ജോലി കൊടുക്കുക എന്ന് പറയുന്നത്. 1.3 ബില്യൺ, ഞാൻ പറഞ്ഞു 1.3 ബില്യൺ ജനങ്ങളുടെ നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എല്ലാവർക്കും ജോലി കൊടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. സർക്കാർ ജോലി കൊടുക്കല്ല സർക്കാർ ജോലി എന്ന് പറയാം. സർക്കാർ ജോലി പോളിസീസ് ഉണ്ടാക്കുക, ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കുക.
അതാണ് സർക്കാർ, അതിന് സർക്കാരിന് ഒരുപക്ഷെ ഹെൽപ്പ്. ഇപ്പൊ അമേരിക്ക ഇപ്പൊ കണ്ടില്ല, അമേരിക്ക ഇന്ത്യ വിരുദ്ധ ഒരു നയമാണ് കഴിഞ്ഞ ഒരു 6 മാസം സ്വീകരിക്കുന്നത്. FDA പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാരണം ആ പെഹൽഗാമുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഒരു ചായ് വരുന്നു, അങ്ങനെ ട്രേഡ് ഡീൽ, അങ്ങനെ ഒരുപാട് കാര്യം. ഇപ്പൊ ഇങ്ങനത്തെ ടെൻഷൻസും ഇടയ്ക്ക് വരുമ്പോൾ ഒരുപക്ഷെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് മേക്ക് ഇൻ ഇന്ത്യ ആദ്യം സെർവർ എത്താൻ പറ്റിയത് വരില്ല. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ പറഞ്ഞ പെട്ടെന്നൊരു, ഞാൻ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് സൊല്യൂഷൻ അല്ല സാറേ ഞാൻ കാണുന്നത് ലോങ് ടേം വിഷൻ. 3ാം ജനറേഷൻ ആളുകളെ BJP വളർത്തിയെടുക്കുന്ന നേതാക്കന്മാരെ, ഇപ്പൊ ഞാൻ മതി രേഖ ഗുപ്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ BJPയുടെ നേതാക്കൾ, സ്റ്റേറ്റിൽ നേതാക്കന്മാര് ആരെങ്കിലും വിദ്വേഷപരമായിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ടോ? അവരുടെ ഉദ്ദേശം എന്താണ്? ആ സംസ്ഥാനം ഭരിക്കുക, അടുത്ത 5 വർഷം വീണ്ടും പുരോഗതി. ഇപ്പൊ UP സാർ പറയുന്ന മാറ്റം, UP അവസ്ഥ എന്താ സാർ? ദില്ലി പരമായിരുന്നില്ല, UP യോഗി കൊണ്ടുവന്ന മാറ്റം ആലോചിച്ച് നോക്കുക. UP ഈ പറയുന്ന പോലെ കേരളത്തിൽ നിന്നും പോകുന്ന പോലെ യുവാക്കളൊന്നും UP പോകുന്നില്ല. കേരളം എന്നുള്ള സംസ്ഥാനത്ത് അല്ല അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് UP ഈ IT ടെക് മേഖല എന്ന് പറയുന്നത് എപ്പോഴും സിറ്റി ബേസ്ഡ്. കാരണം ഇത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഒക്കെ വേണമല്ലോ. ഇപ്പം ഏറ്റവും കൂടുതൽ ടെക്നോളജി എന്ന് പറയുന്നത് UPയും ബീഹാറും അവിടെയുള്ള പിള്ളേരല്ല. ടെക്നോളജി ഏറ്റവും കൂടുതൽ പഠിക്കുന്ന പിള്ളേരെല്ലാം സൗത്ത് ഇന്ത്യനാണ്. പിന്നെ സിറ്റി ഓറിയൻറ്റഡാണ്. ഇപ്പം ഡൽഹി സിറ്റി, ഗുഡ്ഗാവ്, മുംബൈ, പൂനെ, ആ സിറ്റികളിലാണ്. അതിനകത്തൊന്നും UP വരുന്നില്ല. UP ബേസിക്കലി ഒരു ഗ്രാമീണ കർഷക ബെൽറ്റാണ്. പണ്ട് മുതൽ UPയിൽ നോയിഡ ഉണ്ടായി, അതായത് ന്യൂ ഓഖല ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അത് ഓഖല പഴയ ഇൻഡസ്ട്രിയൽ ഇതായിരുന്നു. അതിനുമായിട്ട് ഷോർട്ട് നെയിമിലാണ് അവിടെ ഫാക്ടറികളൊക്കെ നിർത്തി പിന്നെ അങ്ങോട്ടങ്ങ് പോയത്. പണ്ട് മുതലേ കാൺപൂർ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ ബെൽറ്റാണ്. അതേപോലെ തന്നെ ആഗ്ര ഈ ലെതറിൻ്റെ ഒരു ബെൽറ്റാണ്. അല്ലാതെ ഈ പറയുന്ന പോലൊന്നും വലിയ ഇൻഡസ്ട്രീസ് ഒന്നും പണ്ട് മുതൽ ND തിവാരി എൻ്റെ മുഖ്യമന്ത്രിയായ സമയത്ത്, ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ മുഖ്യമന്ത്രിയായ സമയത്ത് ഇഷ്ടംപോലെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കറക്റ്റാണ്. പക്ഷേ ഞാൻ കണ്ടൊരു മാറ്റം എന്ന് പറഞ്ഞാൽ യോഗി വന്ന ശേഷം സിംഗിൾ വിൻഡോ സിസ്റ്റമായി. അവിടെ ലാൻഡ് എടുക്കേണ്ട സമയത്ത് അതിനെ എതിർക്കുന്നവരെ ബുൾഡോസ് ചെയ്തു, ഒരു ദൂരെ കളഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ അവിടെ കൺസ്ട്രക്ഷനുമായിട്ട് വർക്കുകാർ ഗ്രേറ്റർ നോയിഡ ആ ഭാഗത്തൊക്കെ പ്രശ്നമുണ്ടോ, അതൊക്കെ മുഴുവൻ അതായത് കംപ്ലീറ്റ് ആയിട്ട് റെഡ് കാർപ്പറ്റ് കൊടുത്തു. പിന്നെ ടെക്നിക്കലായിട്ട് ഇതേപോലെ തന്നെ ഗവൺമെൻറ് ഇവർക്ക് ടെക്നിക്കലായിട്ട്, കാരണം ഇവരൊന്നും വലുതായിട്ട് പഠിച്ചവരൊന്നുമല്ല UPയിൽ. ഇത് തെറ്റായ ധാരണ ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ബേസിക്കലി കർഷകരാണ്. ഏറ്റവും കൂടുതൽ അവരുടെ ജോലി എന്ന് പറയുന്നത് ഈ പശുവിനെ വളർത്തലാണ്. യാദവ ആ കമ്മ്യൂണിറ്റിയാണ്. പശുപാലനാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. പിന്നെ നല്ല കർഷകരാണ്. അപ്പം അവിടെ നിന്നൊരു ഇൻഡസ്ട്രിയലായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി അതിനകത്ത് യോഗി ഭയങ്കര സക്സസ്സാണ്, ഒരു സംശയമില്ലാത്ത കാര്യം. ഡൽഹിയുമായിട്ട് അടുത്ത് കിടക്കുമല്ലയോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് സാറേ, ഓരോ സംസ്ഥാനങ്ങളും BJPയുടെ നേതാക്കന്മാർ, BJPയുടെ ചീഫ് മിനിസ്റ്റേഴ്സ്, അവർ ഒരു മാതൃക മുന്നോട്ട് വെക്കുന്ന പെട്ടെന്നൊരു പ്രതീക്ഷ. ഇപ്പൊ നമ്മളിപ്പോ കേൾക്കുന്ന നമ്മുടെ അച്ചായന്മാരും നമ്മുടെ ക്രിസ്ത്യാനികളും പ്രതീക്ഷവും ഇന്ത്യ നാളെ എങ്ങും ഷൈനിങ് പ്രതീക്ഷിക്കേണ്ട, സമയമെടുക്കും. ഇന്ത്യ എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളെ അറബി ദേശങ്ങളെ പോലെ നമുക്ക് റിസോഴ്സുകളൊന്നുമില്ല. വരുന്നുണ്ടോ? പെട്രോൾ ഇല്ല, വാതകമൊന്നുമില്ല. നമുക്കെന്ന് പറയുമ്പോൾ സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. നമുക്ക് ജനങ്ങളുണ്ട്, ജനങ്ങൾക്ക് ഒരു അവസരം കൊടുക്കുക, പണിയെടുക്കാൻ, അതിൽ നിന്നൊരു പ്രോഡക്റ്റ് ഡെവലപ്പായി വന്നത് വിറ്റ് അങ്ങനെ നമുക്ക് മുന്നേറാൻ സാധിക്കൂ. ചൈന എന്നൊക്കെ പറയുന്നത് വർഷങ്ങൾ 80-കളിൽ ആരംഭിച്ചതാണ്. 80-കളിലാണ് അവർ ഈ പറഞ്ഞ, ഇന്ന് ചൈന $1 ട്രില്യൺ സർപ്ലസ് ആണ് എക്സ്പോർട്ടില്. അത് 80-കളിൽ ആരംഭിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഒരു പക്ഷെ നാളെയോ മറ്റന്നാളോ ഇന്ത്യയിൽ മാറ്റം കണ്ടില്ലെങ്കിൽ പോലും ഒരു സുരക്ഷാ ബോധം, ഒരു മാറ്റം ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വരുന്നതിലേക്ക് പതിയെ എത്തിക്കൊണ്ടിരിക്കും. എന്നിട്ടും ചലഞ്ചസ് ഉണ്ട്. ഇന്ത്യയുടെ GDP തകർക്കാൻ വേണ്ടി അമേരിക്ക പോലുള്ള പല ദേശങ്ങളും, പാശ്ചാത്യ ദേശങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം അതും കൂടി നമുക്ക് ചലഞ്ച് ചെയ്യാൻ നമുക്ക് കണക്കൂട്ടാം സമയത്ത്. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റാണ് നീ പറഞ്ഞത്. കാരണം ഒരു രാജ്യം വികസിക്കുമ്പോൾ പല രീതിയിലുള്ള ചലഞ്ചുകൾ ഉണ്ടാകാറുണ്ട്, ശത്രുക്കൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എപ്പോഴും ക്ലാസിക് എക്സാമ്പിൾ കാണുന്നത് ചൈനയാണ്. ചൈന ആരോട് വീരവാദം അടിക്കാൻ പോയില്ല ഇത്രയും വർഷമായിട്ട്. ഇപ്പോഴാണ് ആൾക്കാർ ലോകം അറിയുന്നത് അവൻ എവിടെ എത്തി. ഈ പറയുന്ന പോലെ സിമ്പിളൊന്നുമല്ല. ഇന്ത്യയുടെ 5 സൈസ് അല്ല 6 സൈസ് വലുതായ ചൈന ഇപ്പോഴാണ് ലോകം അറിയുന്നത് ചൈന എവിടാണെന്ന്.
ആ ഒരു രീതി ചൈന കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഡെവലപ്മെന്റ് ആണെങ്കിലും ഈ ടെക്നോളജി ആണെങ്കിലും ഹൈ എൻഡ് ആണെങ്കിലും ലോ എൻഡ് ആണെങ്കിലും അവർ ലോകത്തോടൊന്നും പറഞ്ഞൊന്നുമില്ല. അവരിത് പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ട് പോയി അച്ചീവ് ചെയ്തു. ഇപ്പോഴാണ് അവർ പല രീതിയിൽ ട്രേഡ് ആണെങ്കിലും ടാരിഫ് ആണെങ്കിലും പലതിനെയും വെപ്പണൈസ് ചെയ്യുന്നത്. പണ്ട് അമേരിക്ക ചെയ്ത അതേ പരിപാടി അല്ല. ഇന്ത്യക്ക് വേറെ പല പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ ഒരു കാര്യം പറയാം, സ്റ്റാർട്ടപ്പ് എന്നൊരു വലിയ സംഭവമായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ ആ സംഭവത്തിനകത്ത് പുതിയ കണക്കുകൾ പറയുന്നത് ഏകദേശം 95% സ്റ്റാർട്ടപ്പുകൾ ഫെയിലിയർ ആയെന്നാണ്. അപ്പം അതിൻ്റെ കാര്യം. അതേപോലെ തന്നെ വേറൊരു കാര്യം നീ എന്നോട് പറഞ്ഞു, മേക്കിംഗ് ഇന്ത്യ. ഇതിന് ധാരണയുണ്ടോ ഒരു 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ? കാരണം ഉറപ്പായിട്ട് ആ കോവിഡിൻ്റെ സമയത്ത് അമേരിക്കൻ ഔട്ട്സോഴ്സിങ്, അത് അമേരിക്ക ഔട്ട്സോഴ്സ് പല കമ്പനികളിലും ഇന്ത്യയിൽ ഏകദേശം 1300 കമ്പനിയോളം ഇന്ത്യയിൽ വരുമെന്നായിരുന്നു അന്ന് ഈ പറയുന്ന സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ നിതിൻ ഗഡ്കരി ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പോൾ നോക്കുമ്പോൾ 2025 ഒരു 5 കമ്പനികളെ വന്നിട്ടുള്ളൂ. അതും മുഴുവനും സ്ക്രൂ ഡ്രൈവറാണ്. മുഴുവൻ അവിടെ നിന്ന് ഹാഫ് സാധനം കൊണ്ടുവരുന്നത്, പാക്ക് ചെയ്യുന്നു, അത് ഇലക്ട്രോണിക് അമേരിക്കയിൽ അയക്കും, ചിലത് അങ്ങോട്ട് അയക്കുന്നു, ഇങ്ങോട്ട് അയക്കുന്നു. ഇത് ഞാൻ പറയുന്നത് ഷോർട്ട് ടൈമിൻ്റെ അല്ല, ലോങ് ടൈം തന്നെയാണ്. പക്ഷെ ചൈന സമ്മതിക്കുമോ നമ്മളെ വളരാൻ? ഇതാണ് ചോദ്യം. ചൈന മാത്രമല്ല സംസ്കരിക്കാത്തത്, ഇന്ത്യക്കകത്ത് തന്നെ നമുക്ക് ശത്രുക്കളുണ്ട്. അവർ പോലും സമ്മതിക്കില്ല ഇന്ത്യ വളരാനായിട്ട്. ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് സാർ. അതായത് നമ്മുടെ കേരള മാധ്യമങ്ങൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ് തന്നെ സമ്മതിക്കില്ല ഒരു കാരണവശാലും ഇന്ത്യ വളരാനായിട്ട്. അപ്പോൾ ചൈനയ്ക്കകത്ത് എന്ന് പറയുന്നത് എതിർ ശബ്ദങ്ങളുണ്ടോ? ഇല്ല, എതിർ ശബ്ദമില്ല. അവിടെ ഡിക്റ്റർഷിപ്പാണ് അല്ലെ. സി പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും എന്ത് ചെയ്യണമെന്ന്. ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെ ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ എളുപ്പമല്ല മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയും. ഇവിടെ ഞാൻ പറഞ്ഞുതരാം, മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ആത്മനിർഭർ പ്രോഗ്രാമിൽ കൂടെ ഇസ്രായേൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നെത്തിന്യാഗോ ഫോമിൽ വെച്ച് പറഞ്ഞിരിക്കുന്ന ബരാക് 8 എന്നുള്ള അവർ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത ബാച്ച് ഇന്ത്യ ഒരു എന്തുകൊണ്ടാണ് ഇന്ത്യ ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അത് മനസ്സിലാക്കുന്നത്? സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം ഇവിടെയുണ്ട്. വി ഹാവ് എ ക്ലീൻ ഡെമോക്രസി. കാരണം ഇവിടെ നമുക്ക് ഇപ്പോൾ ഓസ്ട്രേലിയയിലും ഫ്രാൻസിലും ജർമ്മനിലും ആരെങ്കിലും ഇത് ഇൻവെസ്റ്റ് ചെയ്യും? സാർ ഒരു നിക്ഷേപകനാണ്, സാർ ജർമ്മനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുമോ? ഈ ഒരു അവസ്ഥയിൽ ജർമ്മനിയുടെ മൊത്തത്തിലെ അവസ്ഥ സാർ പറയാം ചെയ്യും. അതിന് ഒത്തിരി കാര്യമുണ്ട്. ഇപ്പോൾ രാജ്യത്ത് പോയിട്ട് ഏത് രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ. മാൻ പവർ മാറ്റർ ചെയ്യും. കാരണം ഇവർക്ക് ചീപ്പ് മാൻ പവർ വേണം. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി മാറ്റർ ചെയ്യും. അതേപോലെ തന്നെ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ മാറ്റർ ചെയ്യും. പലതും മാറ്റർ ചെയ്യും. അപ്പോൾ ആ സംഭവം ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഏവിയേഷൻ കണക്ടിവിറ്റി ആണെങ്കിലും സാഗർമാല മറ്റേ പോർട്ടിൻ്റെ കണക്ടിവിറ്റി ആണെങ്കിലും അത് വെൽ ഇംപ്രൂവ്ഡ് ആണ് ഇപ്പോഴ്. ഇപ്പം ഞാനീ പറയുന്ന 10 വർഷത്തിനും 15 വർഷത്തിനൊക്കെ മുമ്പ് ഇപ്പോഴും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ചോദ്യം അതല്ല, അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇപ്പോൾ കാണുന്ന കഴിഞ്ഞ 5-6 മാസം കൊണ്ട് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കറൻസി താഴെ പോയി. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറുകയല്ല. അത് ഈ പറയുന്ന പോലെ ഒരു ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് ഫ്രണ്ട്ലി. അത് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിന് പറ്റിയില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം മനസ്സിലാക്കണം, നമ്മളൊരു പ്രീമെച്ചുവേർഡായിട്ടുള്ള സംഭവം മനസ്സിലായില്ല. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് പ്രാധാന്യമുണ്ട്. സാറ് പറഞ്ഞ യോജിക്കുന്നുണ്ട്. അതായത് സാറ് പറഞ്ഞ എല്ലാം BJP ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് അംഗീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല. BJPയുടെ ഭാഗത്തുനിന്ന് ചില പോളിസി മേക്കിംഗ് തെറ്റുകളുണ്ട്. പീയൂഷ് ഗോയൽ മാറണം എന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ. വ്യവസായ മന്ത്രിയായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ വളരെ തൃപ്തനല്ല. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരേണ്ടതും. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ശരിക്കുമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെ വന്നിട്ട് അദ്ദേഹം മെച്ചൂർ അല്ല. ശരിയായപ്പോൾ അദ്ദേഹം എടുക്കുന്നതൊക്കെ ആയിരിക്കാം. പക്ഷേ ആസ് എ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ മോശം എന്ന് പറയാൻ സാധിക്കും. എന്നാൽ പോലും തൃപ്തികരമല്ല. ഇവിടെ പറഞ്ഞ FDI അമേരിക്കൻ ട്രേഡ് ഡീൽ സംഭവിച്ചു വീഴുന്നത്. അതിൽ ഒരു ചെറിയൊരു പാളിച്ച വന്നിട്ടുണ്ട്. ഈ ട്രേഡ് ഡീലിൽ വന്ന ഒരു പാളിച്ച കൊണ്ടാണ് FDI പുറകോട്ട് പോകുന്നത്. കാരണം ഇപ്പോഴും ലോകത്തിൽ 50% താരിഫുള്ള ഓരോ രാജ്യം ഇന്ത്യ മാത്രമാണ് ഇപ്പോഴും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന സംഭവം എന്തുകൊണ്ട് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50% വെച്ച് എങ്ങനെ യൂറോപ്യൻ യൂണിയനിലേക്കും എങ്ങനെ ചൈനയിലേക്കും US എക്സ്പോർട്ട് ചെയ്യും? അതൊരു പോയിന്റാണ്. ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. അതൊരു ചെറിയൊരു ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനെ ഹാപ്പി ആക്കാനായിട്ട് ചെയ്ത് എവിടെയോ ഒരു തരത്തിൽ. കാരണം ഒരു ചെറിയ പക്ഷേ ഓൾമോസ്റ്റ് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഒരു 2 രാജ്യങ്ങൾ ഇതൊരു നെഗോഷിയേറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ തിരിച്ച് കേരളത്തിലൂടെ ഈ
നീ കാണുന്നുണ്ട് 2026 ഇലക്ഷനിൽ BJPക്ക് ഒരു ബ്രേക്ക് ത്രൂ കേരളത്തിൽ കിട്ടുമെന്ന്? സുപ്രധാനമായിട്ട് മാറ്റം ഞാൻ കാണുന്നില്ല BJPക്ക്. വലിയൊരു മാറ്റം, അതായത് BJP വലിയൊരു ശക്തിയായിട്ട് 26 വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സെൻട്രൽ ലീഡർഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു റഡാറിൽ കേരളം ഒരില്ല. കേരളത്തിന്റെ ആസ് എ സ്റ്റേറ്റ് ഇവിടെ ഒരു ശക്തിയെ മാറുന്ന ലീഡർഷിപ്പിന് ആഗ്രഹമില്ല. ലീഡർഷിപ്പിന് ആഗ്രഹം എന്ന് പറയുന്നത് പയ്യെ നേതാക്കന്മാർ പറഞ്ഞു 3-ാം ജനറേഷന് കൊണ്ടുവരിക. ഇപ്പൊ ശ്രീലേഖയൊക്കെ വന്നുകൊണ്ടല്ലേ ഇപ്പൊ പുതിയ ആളുകളെ കൊണ്ടുവരിക. തിരുവനന്തപുരം എന്ന് പറയുന്ന അവർക്കൊരു ഒരു ഒരു പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു അവർ. ആക്ച്വലി അവർ യുവാക്കളെ കൊണ്ടുവന്നു. ഓക്കെ, രാജീവ് ചന്ദ്രശേഖർ വന്നു. അതുകൊണ്ട് അവർ പെട്ടെന്ന് പോയി സംസ്ഥാനത്ത് ഇപ്പൊ തൃശ്ശൂരിൽ ഇപ്പൊ 4 മണ്ഡലങ്ങൾ പിടിക്കും, 20 മണ്ഡലങ്ങൾ പിടിക്കുന്ന പ്രതീക്ഷ എനിക്കില്ല. കാരണം എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ BJP പ്രവർത്തനം ഇപ്പോഴും ഈ വോട്ട് കച്ചവടം തന്നെയാണ്. കാരണം അവർക്ക് തരം കിട്ടിക്കഴിഞ്ഞാൽ നേതാക്കന്മാരുടെ മെന്റാലിറ്റി അങ്ങനെയാണ്. കാരണം ആ ഒരു ജനറേഷൻ മാറാതെ 2-ാം ജനറേഷനിൽ വേറൊരു സ്റ്റേറ്റ്മെന്റിന് കൊടുക്കുന്ന ആ നേതാക്കന്മാർ മാറാതെ BJPക്ക് പെട്ടെന്ന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷേ എന്താ പറയുന്ന ഇനി ഒരു വർഷം കൊണ്ട് ഇനിയിപ്പോ നിതിന്റെ പെർഫോമൻസ്, ഇനി കേരളത്തിന് ചുമതല വരാൻ പോകുന്നത് വർക്കിംഗ് പ്രസിഡന്റ്, അദ്ദേഹത്തെ ആരൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്ന സ്ട്രാറ്റജി എങ്ങനെയാണ്, വോട്ട് കച്ചവടം നിർത്തലാക്കുമോ, ഇതൊക്കെ പോയിന്റാണ്. അതോ ഓരോരുത്തർക്ക് മണ്ഡലങ്ങൾ കൊടുത്ത് പോയി വർക്ക് ചെയ്യാൻ ഇന്നും കേരളത്തില് ഞാൻ പറയട്ടെ, ഏത് BJPയുടെ നേതാവിനാണ് കൈ ഉയർത്തി പറയാൻ പറ്റും ഞാൻ ജയിക്കും നിയമസഭ മണ്ഡലം? ഇപ്പൊ തൃശ്ശൂർ പുതുക്കാടായാലും തൃശ്ശൂർ ടൗൺ ആയാലും ഒരു കൊടുങ്ങല്ലൂരൊക്കെ എന്ന് പറയുന്ന സ്ട്രോങ് ഹോൾഡാണ്. ഏതെങ്കിലും നേതാവിനും പറയാൻ സാധിക്കുമോ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റുമെന്ന്? കാരണം സെൻട്രൽ ലീഡർഷിപ്പിന്റെ ആ ഒരു കമാൻഡും കൊണ്ടും അതുപോലെ പണം കൊണ്ടും ആർക്ക് പറയാൻ സാധിക്കത്തില്ല. അവർക്ക് എല്ലാവർക്കും ഉറപ്പില്ല ഇപ്പോഴും. ആ ഉറപ്പ് കിട്ടണമെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ BJP പ്രവർത്തിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നേതാക്കന്മാരുടെ മനോഭാവം മാറാതെ പെട്ടെന്ന് ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ജനങ്ങൾ തയ്യാറാണ് ഇവർക്ക് വോട്ട് ചെയ്യാൻ, പക്ഷേ ഇവരത് ക്യാരി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാന കാരണം. ഇവർക്ക് അതിനുള്ള അത് ലീഡർഷിപ്പും ഈ പറയുന്നുള്ള അക്സെപ്റ്റൻസും ഈ പറയുന്ന ഇലക്ഷൻ മൈക്രോ മാനേജ്മെൻറ്റ് ഇവർക്ക് സക്സസ്ഫുൾ ആയിട്ട് 2026 നടത്താൻ അത് എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ പന്തളം മറ്റുള്ളവരും RSS സംഭവം പഴയ BJPക്കാരാണ്. അവിടെ പന്തളം മുനിസിപ്പാലിറ്റി കയറി പിടിച്ച് ഇപ്രാവശ്യം 3-ാം സ്ഥാനത്ത് പോയി. അതേപോലെ പലയിടത്തും ജയിച്ച RSSൻ്റെ ഒക്കെ പഴയ BJPയുടെ ആകെ 6.5% വോട്ടാണ്. ഇപ്രാവശ്യം അത് 25%ലോട്ട് പോയി. അതായത് പഴയ RSSും BJP അല്ല ഇന്നത്തെ BJP എന്ന് അവിടുത്തെയുള്ള നേതാക്കൾ മനസ്സിലാക്കിയാൽ അവരെ ജനങ്ങൾ അക്സെപ്റ്റ്. ഇതാണ് ഏതായാലും എനിവേ നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.